സുരഭി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല നേരിയ ദോശ, അതും ഡോട്ടുള്ള ദോശയാണ്. എങ്ങനെ തയ്യാറാക്കുമെന്ന് കണ്ടു നോക്കാം. ഇവിടെ ഞാൻ ഒരു ബൗളിലേക്ക് 2 ഗ്ലാസ് പച്ചരിയാണ് എടുക്കുന്നത്. അപ്പോൾ ഈ അരി നന്നായിട്ടൊന്ന് കഴുകാം. 2-3 തവണ വെള്ളമൊഴിച്ച് ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. അരി അങ്ങനെ ഇവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നല്ല വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഒരു 4 മണിക്കൂറോളം നമുക്ക് ഈ അരി ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം. അങ്ങനെ 4 മണിക്കൂറിന് ശേഷം ഇതാ ഞാൻ അരി എടുത്തിട്ടുണ്ട്. അരിയൊക്കെ നന്നായിട്ട് പൊതിർന്ന് വന്നു. ഇനി നമ്മൾക്ക് ഇതൊന്ന് വെള്ളമൊന്ന് ഊറ്റിയെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ അതിൽ വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഈ അരിയിലേക്ക് 1/2 കപ്പ് ചോറാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ 1/2 കപ്പ് തേങ്ങയും. ഇനി ഒരു ഉള്ളിയുടെ പകുതി കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് നമുക്ക് കട്ട് ചെയ്തിടാം. അങ്ങനെ ഈ അരിയിലേക്ക് നമ്മൾ തേങ്ങയും ചോറും ഉള്ളിയും ചേർത്ത് കഴിഞ്ഞു. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലിട്ട് നമ്മൾക്കൊന്ന് അരച്ചെടുക്കാം. ഒരുമിച്ച് എന്തായാലും കൊള്ളത്തില്ല, അതുകൊണ്ട് ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ചെയ്യുന്നത്. അരി ചേർത്തതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ വെള്ളവും ഒഴിച്ചെടുക്കാം. ഇവിടെ അരിയുടെ ആ ലെവലിൽ കണക്കായിട്ടാണ് ഞാൻ വെള്ളം ഒഴിച്ചിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് രൂപത്തിലാവുന്നിട്ട് നമ്മൾക്ക് ഈ അരി ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ ഇവിടെ അരിയും തേങ്ങയും ചോറും ഉള്ളിയൊക്കെ ചേർത്തത് നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇത് ഈ ഒരു പാകത്തിലാണ് നമ്മുടെ കൂട്ടുള്ളത്. ഇഡ്ലിക്കൂട്ടിൻ്റെ ഒരു പാകമല്ല, കുറച്ച് നല്ല ലൂസായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഒരു ബൗളിലേക്ക് ഒഴിച്ചെടുക്കാം. ഇനി ബാക്കി കൂടി ഒന്ന് അരച്ചെടുക്കാനുണ്ട്. അപ്പോൾ ബാക്കിയുള്ള അരിയും തേങ്ങയും ചോറും ആ ഉള്ളിയും നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട്. ഇനി ഉപ്പ് ചേർക്കരുത്, നമ്മൾ ആദ്യം ഉപ്പ് ചേർത്തിട്ടാണ് അരച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ദോശ ബാറ്റർ റെഡിയായി കഴിഞ്ഞു. ഇവിടെ അരക്കാൻ ഉപയോഗിച്ച ജാറിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ദോശ ബാറ്റർ കുറച്ച് ലൂസായാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു ദോശയാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. സാധാരണ അരക്കുന്ന നമ്മൾ ദോശ ഇഡ്ലിക്കൊന്നും നമ്മൾ കൂടുതൽ വെള്ളം ഒഴിക്കാറില്ല. കുറച്ച് തിക്കായിട്ടുള്ള ബാറ്റർ ആയിരിക്കും അതൊക്കെ. ഇവിടെ കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത്. ഈ ദോശ ബാറ്റർ ഞാൻ കുറച്ച് ഭാഗം ഒരു ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിലേക്ക് ഒരു 1/2 കപ്പോളം ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ബാറ്റർ കുറച്ച് ലൂസാക്കി എടുക്കാനാണ് ഞാൻ വെള്ളം ഒഴിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഒരു പാൻ ചൂടാകാൻ വെക്കാം. ഇവിടെ ഞാൻ അയൺ പാനാണ് ഉപയോഗിക്കുന്നത്. നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഇനി ഇവിടെ വെള്ളം ഒഴിച്ച് തയ്യാറാക്കി ആ ദോശ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. പിന്നെ ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലാണ് ചെയ്യേണ്ടത്. എന്നിട്ട് എല്ലാവരെയും ഒന്ന് സ്പ്രെഡ് ചെയ്യാം. ഇവിടെ നമ്മൾ സാധാരണ ദോശ പരത്തുന്ന പോലെ സ്പൂണ് കൊണ്ട് പരത്തുന്നില്ല. ആ ദോശക്കല്ല് ഉപയോഗിച്ചിട്ട് തന്നെ എല്ലാവരെയും ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്താൽ മതി. ഒന്ന് അടച്ച് വെച്ചൊന്ന് ഒരു മിനിറ്റോളം അടച്ച് വെക്കുക. എന്നിട്ട് തുറന്നതിന് ശേഷം കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഇവിടെ ദോശക്കല്ലിൽ നമ്മൾ ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ചെയ്യുക. ഒഴിച്ചതിന് ശേഷം ഒരു 30 സെക്കൻഡ് കഴിഞ്ഞ ശേഷം നമുക്ക് പിന്നെ മീഡിയം ഫ്ലെയിമിൽ ചെയ്യാവുന്നതാണ്. നമ്മൾ ലോ ഫ്ലെയിമിൽ ചെയ്താൽ ഈ ദോശ കാണാൻ ഒരു സ്റ്റൈലും ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഒരു ഭാഗം ആയതിനു ശേഷം നമുക്ക് മറു സൈഡ് കൂടി ഒന്ന് ആക്കിയെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ ആ ഒരു ദോശ ഞാൻ മാറ്റിയതിന് ശേഷം അടുത്തത് കൂടി ഒന്ന് ഒഴിച്ച് കാണിച്ചു തരാം. എണ്ണ തടവിന് ശേഷം ഇതുപോലെ ആ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ബാറ്റർ ഒഴിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ചെയ്യാൻ മറക്കരുത്. 30 സെക്കൻഡിന് ശേഷം പിന്നെ മീഡിയത്തിലാക്കുക. അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് പിന്നെ ദോശ കരിഞ്ഞു പോകും. അതൊന്ന് ശ്രദ്ധിക്കണം. എന്തായാലും ലോ ഫ്ലെയിമിൽ ചെയ്യേണ്ട, അതത്ര നന്നാകത്തില്ല. ഇവിടെ അങ്ങനെ ഈ ഒരു ദോശയും റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ദോശയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കണേ. ഇനി ഈ ദോശ ബാറ്റർ നമുക്ക് നോൺ സ്റ്റിക്ക് പാനിൽ ഒഴിച്ചാൽ എങ്ങനെയുണ്ടാവും എന്ന് കണ്ടു നോക്കാം. ഇവിടെ ഈ പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ആദ്യം പാനിൽ ഞാൻ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ടില്ല. ബാറ്റർ ഒഴിച്ച് നമ്മൾ അടച്ച് വെച്ച് വേവിച്ച് തുറന്നതിന് ശേഷം ഓയിൽ സ്പ്രെഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ദോശ സോഫ്റ്റ് ആയിട്ടാണ് എടുക്കേണ്ടതെങ്കിൽ അങ്ങനെ എടുക്കാം. പിന്നെ നല്ല ക്രിസ്പി ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇവിടെ ഈ കാണുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോട്ട് ദോശയാണ്. അപ്പോൾ ഇനി ക്രിസ്പി ഡോട്ട് ദോശ കാണിച്ചു തരാം. ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് നല്ല ക്രിസ്പി ഡോട്ട് ദോശയാണ്. കണ്ടില്ലേ, നല്ല ഡോട്ട് വീണിട്ട്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള പുതിയ റെസിപ്പീസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. നമ്മൾക്ക് വീണ്ടും കാണാം. താങ്ക്